നമുക്കിന്ന് ഒരു പുതിയ റെസിപ്പി ഉണ്ടാക്കാം. ആയിട്ടുള്ള റവ, അതിൻ്റെ കൂടെ ഒരു 2 സ്പൂൺ തേങ്ങ, ഒരു 3 കഷ്ണം തേങ്ങ അരിഞ്ഞത്, കൊട്ടത്തേങ്ങ അരിഞ്ഞത്, കുറച്ച് മുളക്, ഒരു 5 പീസ് മുളക്, ഒരു 2 ടീസ്പൂൺ ഉഴുന്ന്, അതുപോലെ അതേ അളവിൽ കപ്പലണ്ടി, ഇത് കാഷ്നട്ട് അണ്ടിപ്പരിപ്പ്, അത് കടലപ്പരിപ്പ്. ഇത്രയും ഇതിനകത്ത് ചേർത്ത് നമ്മൾ ഒരു റെഡി മിക്സ് ഉപ്പുമാ തയ്യാറാക്കുവാണ്. ചെഞ്ചട്ടി വെച്ചു. ഓക്കെ, അതിനകത്ത് സ്പൂൺ നെയ്യ് ഇട്ട് കപ്പലണ്ടി ഒന്ന് വറുത്തെടുക്കാം. ഇത് കപ്പലണ്ടി നന്നായിട്ട് ചുമന്നിട്ടുണ്ട്. അത് നമുക്ക് കോരിയെടുക്കാം. കടലപ്പരിപ്പ് ഇടുവാണ്. അത് നമുക്കൊന്നിലോട്ട് മാറ്റാം. ഉഴുന്ന് മുഴുവൻ ഉഴുന്നായത്, ഇതിന് പരിപ്പായാലും മതി. അതൊന്ന് ചുമന്ന് വരണം. ചുമന്ന് വരുന്നുണ്ട്. ഒരു നല്ല മണമൊക്കെ ഉണ്ട് ഉഴുന്ന് മൂത്ത് വരുമ്പോൾ. അതൊക്കെ ആയിട്ടുണ്ട്. അതും കൂടെ നമുക്ക് മാറ്റാം. ഉഴുന്ന് പരിപ്പും വറുത്ത് കോരിയിട്ടുണ്ട്. കാഷ്നട്ട് ഇടുവാണ്. അതൊന്ന് ചൂടാക്കി മാറ്റിയെടുക്കാം. കുറച്ച് കൊട്ടത്തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഒന്ന് ശകലം നെയ്ക്കകത്ത് വറുത്തെടുക്കാം. ഇപ്പം നമ്മുടെ തേങ്ങാക്കൊത്ത് മൂത്തിട്ടുണ്ട്. നല്ല ചുമന്ന് വന്നിട്ടുണ്ട്. നല്ല ചുമക്കുന്നത് വരെ ഇളക്കണം. നല്ല ചുമന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റാം. നല്ല ഉണക്കത്തേങ്ങ അരിഞ്ഞെടുത്തതാണ്. കാരണം ഇത് എത്ര ഇരുന്നാലും ഇതൊന്നും ചീത്തയാകത്തില്ല. നെയ്യിലായതുകൊണ്ട് എത്ര നാൾ വേണമെങ്കിലും ഇതിരിക്കും. നമുക്ക് അത്യാവശ്യത്തിന് മാത്രം എടുത്ത് ഉപ്പുമാവാക്കാം. ഒരു ടീസ്പൂൺ കടുക് നന്നായിട്ട് പൊട്ടിട്ട് ഇനി നമ്മളിതിനകത്ത് അത് നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. 1 കിലോ റവയ്ക്കൊരു 5 വറ്റൽമുളക് കിട്ടും. അത്രയേ ഉള്ളൂ. കുറച്ച് കറിവേപ്പില. അത് നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്കിനിയും നമ്മൾ നേരത്തെ വറുത്ത് വെച്ച എല്ലാ സാധനങ്ങളും ചേർക്കാം. തീ കുറച്ച് വെച്ചിരിക്കുവാണേ. കുറച്ച് പിന്നെ ഇപ്പോൾ ഉഴുന്ന് പരിപ്പിട്ടു. എല്ലാം ഇട്ട് കൊടുക്കാം. കാഷ്നട്ട് നമ്മളെല്ലാം ചെയ്ത് വെച്ചിരുന്ന എല്ലാം ഇതിൽ ചേർക്കുവാണേ. കടലപ്പരിപ്പ്, ലാസ്റ്റിൽ കപ്പലണ്ടി എല്ലാം ചേർത്തിട്ടുണ്ട്. നമ്മൾ ചെയ്ത് വെച്ച എല്ലാം ഇതിനകത്ത് ചേർത്തു. ആദ്യം വറുത്ത് വെച്ച എല്ലാ സാധനങ്ങളും കൂടെ റവ മൂത്തതിന് ശേഷം ഇതിനകത്തോട്ട് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് തണുക്കുമ്പോൾ നമുക്ക് ടിന്നിലാക്കി വയ്ക്കാം. എന്നിട്ട് ആവശ്യം വരുമ്പം വെള്ളം തിളപ്പിച്ച് അതിൽ നിന്ന് 2 സ്പൂൺ ഇട്ടാൽ മതി. ഒരാൾക്ക് കഴിക്കാനുള്ളതാവും. പെട്ടെന്ന് നമുക്കൊരു ഇതുണ്ടാക്കണമെങ്കിൽ, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ഇതെടുത്ത് വേഗം ഉണ്ടാക്കാം. 5 മിനിറ്റ് വെള്ളം തിളച്ചാൽ മാത്രം മതി. ഞാൻ ഓഫ് ചെയ്യുവാണ്. ആയിട്ടുണ്ട്. ഇനി നമുക്ക് തണുത്തിട്ട് ടിന്നിലോട്ട് മാറ്റാം. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് പെട്ടെന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കുട്ടികൾക്കൊക്കെ പോകാനും ഓഫീസിൽ പോകാനും എല്ലാം കൊടുത്തയക്കാനും എല്ലാം ഇത് മതി. ഓക്കെ, റവ എടുത്തിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഞാനത് ഒരു 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. 1.5 ഗ്ലാസ് വെള്ളത്തിനകത്ത് കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്. അത് ഒന്ന് തിളയ്ക്കട്ടെ. വെള്ളം തിളച്ചിട്ട് നമുക്ക് ഇടാം. ഇതിപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച റെഡി മിക്സ് റവയാണ്. അതിന് വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിൽ ഞാനൊരു ഒരു തവി, ഇതിനൊരു തവി ഇട്ടു. 1 തവിയുടെ ഇടുമ്പം 2 പേർക്കുള്ളതാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. അത്രയും മതി. ഇത് നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കാം. ഉപ്പുമാവാക്കാൻ വേണ്ടി 2 മിനിറ്റ് എടുത്തിട്ടുള്ളൂ. വെള്ളം തിളയ്ക്കാൻ ഉൾപ്പെടെ 2 മിനിറ്റ്.
നല്ല ഉപ്പുമാവായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. എല്ലാം അതിനകത്തുള്ളത് കൊണ്ട് ഒന്നും ചേർക്കേണ്ടി വന്നില്ല. കടുക്, നെയ്യ് എല്ലാം ഇതിനകത്തുണ്ടായിരുന്നു. ഇത്ര പെട്ടെന്ന് ഉപ്പുമാവ് റെഡിയായത്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം, കഴിക്കണം. ഹെൽത്തി ഫുഡാണ്. നമുക്ക് ഓഫ് ചെയ്യാം. നമുക്കിതൊന്ന് കഴിച്ച് നോക്കണ്ടേ? ഉപ്പുമാവ് റെഡിയായൊന്ന് ഒന്ന് കഴിച്ച് നോക്കാം. സൂപ്പർ, നല്ല ഉപ്പുമാവ്. അഭിപ്രായം പറയണം. എല്ലാവരും വീഡിയോ കാണണം, കമൻറ്റ് ചെയ്യണം. ഉണ്ടാക്കി നോക്കിയിട്ട് വേണം അഭിപ്രായം പറയാനേ. ഓക്കെ.